കൊല്ലത്തുനിന്നുള്ള വിവരങ്ങളുമായി രാജ്കുമാർ കൂടി ചേരുന്നുണ്ട്. രാജ്കുമാർ, നിലവിൽ ഈ വിജയലക്ഷ്മി നിരവധി പണമിടപാടുകൾ നടത്തിയിരുന്നു. അതിൽ പെട്ട ഒരാളാണ് ജയചന്ദ്രൻ എന്നുള്ള വിവരങ്ങളാണ് ആലപ്പുഴയിൽ നിന്നും പോലീസ് നൽകുകയും ചെയ്യുന്നത്. നിലവിൽ ഈ വിജയലക്ഷ്മിയുടെ ഒരു കുടുംബ പശ്ചാത്തലം എങ്ങനെയാണ്? നിരന്തരം ഈ പറയുന്ന ഈ മേഖലയിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്ന ഒരു സ്ത്രീയാണോ? എങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള അവസരങ്ങൾ? ഹലോ രാജ്കുമാർ, ഈ വിജയലക്ഷ്മിയുടെ ഒരു കുടുംബ പശ്ചാത്തലം എങ്ങനെയാണ്? നിരന്തരം ഇത്തരത്തിൽ പണമിടപാടുകൾ നടത്താറുണ്ടായിരുന്നു. അമ്പലപ്പുഴയിലടക്കം പലപ്പോഴും ഇത്തരത്തിൽ പണമിടപാടുമായി ബന്ധപ്പെട്ട് പോകാറുണ്ടായിരുന്നു എന്നാണ് അമ്പലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. അതായത് കിട്ടിയ വിവരങ്ങൾ കരുനാഗപ്പള്ളി പോലീസ് നമ്മളോട് പറഞ്ഞത്, ഇവര് ഈ വിജയലക്ഷ്മിയെ വിവാഹം കഴിച്ചയപ്പിച്ചത് ഇടുക്കിയിലേക്കായിരുന്നു. ഭർത്താവുമായി പിണങ്ങി കഴിയുകയായിരുന്നു. അവിടെ ഈ ജയചന്ദ്രൻ കുരുമുളക് പറിക്കാൻ വന്ന സമയത്തുള്ള ബന്ധം, ആ ബന്ധമാണ് നാട്ടിലേക്ക് തിരിച്ച് യുവതി ഇങ്ങോട്ട് വന്നതിന് ശേഷവും തുടർന്നു എന്നാണ് ഒരു പോലീസിന്റെ നിഗമനം. ഈ പ്രതിയെന്ന് സംശയിക്കുന്ന ജയചന്ദ്രന്റെ മൊഴിയും അപ്രകാരമാണ്. അതനുസരിച്ചാണ് അയാളെ കൂടുതൽ ചോദ്യം ചെയ്തത്. ഇതിനിടയിൽ ഈ ഫോൺ, ഈ കാണാതായ വിജയലക്ഷ്മിയുടെ ഫോൺ എറണാകുളം ഭാഗത്ത് നിന്ന് ഒരു KSRTC ബസ്സിൽ നിന്ന് കണ്ടെടുത്തു. ഇത് പിന്നീട് പോലീസ് നടത്തിയ പരിശോധനയിൽ ഈ വിജയലക്ഷ്മിയുടേതാണെന്ന് ബോധ്യമായി. അത് ട്രേസ് ചെയ്ത് നടത്തിയ ഇതിലാണ് ഏറ്റവും ഒടുവിൽ പോലീസ് ഈ പറയുന്ന പ്രതി എന്ന് സംശയിക്കുന്ന ഇയാളിലേക്ക്, ജയചന്ദ്രനിലേക്ക് എത്തിച്ചേർന്നത്. അയാൾ അമ്പലപ്പുഴ സ്വദേശി, ഷാജഹാൻ സൂചിപ്പിച്ച പോലെ അമ്പലപ്പുഴ സ്വദേശിയാണ്. ഇവർ തമ്മിൽ ഒരു അടുപ്പമുണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കളും നൽകുന്ന സൂചന. ഇവർക്ക് 3 സഹോദരങ്ങളുണ്ട്, 2 മക്കളുമുണ്ട്. അതിലൊരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും, 2 മക്കളാണ് ഉള്ളത്. അവർ ഇടുക്കിയിലാണോ നാട്ടിലാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. ഇവരിവിടെ വാടകയ്ക്ക് താമസിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവർക്ക് 3 സഹോദരങ്ങളുള്ളത്, ഒരാൾ ഗോവയിലും ഒരാൾ ഒറീസയിലുമാണ്. ഇതാണ് നിലവിൽ ഇവരുടെ കുടുംബ പശ്ചാത്തലം. മറ്റ് കാര്യങ്ങളൊന്നും പോലീസ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. കരുനാഗപ്പള്ളി ACP ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പോൾ അമ്പലപ്പുഴയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. 9:40 ഇവിടുന്ന് പ്രതിയുമായി അവർ അമ്പലപ്പുഴയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവിടെ ഈ പറയുന്ന ഇയാളുടെ മൊഴി ശരിയാണോ എന്ന് പോലീസിന് ആദ്യം പരിശോധിച്ച് ആ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം തെരച്ചിൽ നടത്തി. ഷാജഹാൻ സൂചിപ്പിച്ചതുപോലെ ഈ വിജയലക്ഷ്മിയുടേതാണ് എന്ന് സ്ഥിരീകരിക്കുന്ന അല്ലെങ്കിൽ ആ മൃതദേഹം കിട്ടിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഇനി അഥവാ അങ്ങനെ ബോഡി കിട്ടിയാൽ അത് കൊലപാതകമാണെന്ന് ബോധ്യമായാൽ കേസ്, കരുനാഗപ്പള്ളി പോലീസിന്റെ കേസ് അമ്പലപ്പുഴ പോലീസിന് കൈമാറും. ഈ രാജ്കുമാർ, നിലവിൽ ഈ ജയചന്ദ്രനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മൊബൈൽ ഫോൺ കിട്ടിയതാണ് ഒരു നിർണായകമായ ഘട്ടത്തിലേക്ക് എത്തിക്കുകയും ചെയ്തത്. ഏതായാലും പക്ഷേ ഇനിയിപ്പോൾ ഈ ജയചന്ദ്രൻ സമ്മതിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച് ജയചന്ദ്രൻ പോലീസിനോട് മൊഴി നൽകിയിട്ടില്ല എന്നുള്ള വിവരങ്ങൾ കൂടി ഷാജഹാൻ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഈ പറയുന്ന സ്ഥലത്തേക്ക്, അതായത് ഇങ്ങനെ കുഴിച്ചു മൂടി എന്നുള്ള വിവരം എങ്ങനെയാണ് പോലീസിന് ലഭിച്ചതെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ നമുക്ക്? ഇവര് ഒരുമിച്ച് കഴിഞ്ഞിരുന്ന വേളയിൽ ഇവരുടെ മൊബൈൽ ഫോണിലേക്ക് മറ്റു പുരുഷന്മാരുടെ വിളികളെല്ലാം വരുന്നുണ്ട്. അതിൽ പ്രകോപിതനാവുകയും ആ സമയത്തുണ്ടായ ഇതിലാണ് ഇവരെ ഇയാൾ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് പക്ഷേ കരുനാഗപ്പള്ളി പോലീസ് പൂർണ്ണമായും അത് വിശ്വസിച്ചിട്ടില്ല. ഇയാൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്നതാണോ തുടങ്ങിയ പല സംശയങ്ങളും ജയചന്ദ്രന്റെ വാക്കുകളിൽ, ഈ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് വിശദമായി ഒന്നുകൂടി പരിശോധിക്കുന്നതിനും ഇയാൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താനും വേണ്ടിയാണ് ഇപ്പോൾ ഇയാൾ പറഞ്ഞിരിക്കുന്നത്. രാജ്കുമാർ പറഞ്ഞതിൽ പുതിയൊരു വിവരം, 6-ാം തീയതി വിജയലക്ഷ്മി ഇവിടെ നിന്ന് കാണാതാകുന്നു. അതിനുശേഷം ഇന്ന് തീയതി 19. ഈ 6 മുതൽ 19 വരെയുള്ള ദിവസങ്ങളിൽ ഈ വിജയലക്ഷ്മി ജയചന്ദ്രനോടൊപ്പം ഒരുമിച്ച് താമസിക്കുകയായിരുന്നു എന്ന് ആണ് രാജ്കുമാർ ഇപ്പോൾ പറഞ്ഞത്. എന്നാണ് ഈ കൊലപാതകം അല്ലെങ്കിൽ നടന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഈ പ്രതി പറയുന്നത് എന്ന് നടന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായി പോലീസ് ഒന്നും പറയുന്നില്ല. അതൊന്നും പോലീസ് പറഞ്ഞില്ല. അതേസമയം ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നപ്പോൾ ഇവരുടെ വിജയലക്ഷ്മിയുടെ മൊബൈൽ ഫോണിലേക്ക് നിരവധി കോളുകൾ, മറ്റു പുരുഷന്മാരുടെ കോളുകൾ വരുന്നു. അതിൽ പ്രകോപിതനായി അപ്പോഴുണ്ടായ വാക്കുതർക്കമാണ് ഈ ഒരു കൃത്യത്തിലേക്ക് കലാശിച്ചു എന്ന നിഗമനത്തിലാണ് അയാൾ ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത് പോലീസ് പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. മറ്റെന്തെങ്കിലും കാരണമുണ്ടോ, സാമ്പത്തിക ഇടപാടുകളാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനി ഈ ഒരു സെർച്ച് ഭാവി വിജയലക്ഷ്മിയെ കണ്ടെത്തണം. വിജയലക്ഷ്മി ഇപ്പോൾ എവിടെയാണ് എന്നുള്ള നിലയിലുള്ള ഒരു അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഇയാൾ പറയുന്ന മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിൽ എടുക്കുന്നില്ലെങ്കിൽ പോലും ആ മൊഴി അനുസരിച്ചാണ് ഇപ്പോൾ അമ്പലപ്പുഴയിൽ സെർച്ച് നടത്താൻ പോകുന്നത്. അതായത് രാജ്കുമാർ പറയുന്നത് വെച്ചാണെങ്കിൽ 6-ാം തീയതി മിസ്സിംഗ് ആയ വിജയലക്ഷ്മി പിന്നീട് അമ്പലപ്പുഴക്കാരനെ ജയചന്ദ്രനോടൊപ്പം ഉണ്ടായിരുന്നു, ജയചന്ദ്രനോടൊപ്പം താമസിക്കുകയായിരുന്നു. ഇവരെ കാണാതായതിനു ശേഷം ഇവരുടെ മൊബൈൽ ഫോൺ എറണാകുളം ബസ്സിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ വിജയലക്ഷ്മിയെ കാണാതായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്.
കൊന്നു കുഴിച്ചുമൂടി എന്നുള്ള വിവരങ്ങൾ പോലീസിന് ഏതോ സോഴ്സിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 9:40 ഇവിടെ നിന്ന് തിരിച്ച പോലീസ് സംഘം അവിടെ എത്തിച്ചേർന്ന് അമ്പലപ്പുഴയിൽ എത്തിച്ചേർന്നതിന് ശേഷം മാത്രമേ ഈ കുഴിച്ചുമൂടിയ സ്ഥലത്ത് മൃതദേഹം ഉണ്ടെങ്കിൽ സ്ഥിരീകരിക്കാൻ കഴിയും. പക്ഷേ ഇപ്പോഴും പോലീസിൻ്റെ മുന്നിലുള്ള വേർഷൻ നിലവിൽ വിജയലക്ഷ്മി എന്ന് പറയുന്ന യുവതിയെ കാണാതായിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൊന്നു കുഴിച്ചുമൂടിയ സംശയം ഉയരുകയാണ്. ജയചന്ദ്രനിൽ നിന്ന് തന്നെ വിവരങ്ങൾ കൂടുതൽ ലഭിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ മൃതദേഹം ആ കുഴിച്ചിട്ടുന്ന സ്ഥലത്ത് പരിശോധന നടത്തുകയും വേണം. തീർച്ചയായും ഇതെല്ലാം ഇയാൾ സാധാരണഗതിയിൽ ഇതുപോലെ മിസ്സിംഗ് കേസ് വരുമ്പോൾ പോലീസ് നടത്തുന്ന അന്വേഷണം, ആ അന്വേഷണത്തിൽ ലഭിച്ച ഒരു വലിയ തുമ്പാണ് ഈ മൊബൈൽ ഫോൺ. അത് ഒരു ബസ്സിൽ നിന്ന് കിട്ടിയെന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഒന്നും പോലീസ് ഔദ്യോഗികമായി പറയുന്നതല്ല, ഒരു നൽകിയിരിക്കുന്ന വിവരങ്ങളാണ്. ആ ഫോണിനെ പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് വിജയലക്ഷ്മിയുടേതായ ആണ് എന്ന് പോലീസ് തിരിച്ചറിയുന്നതും അത് അനുസരിച്ച് പോലീസ് ഇയാൾ ജയചന്ദ്രനിലേക്ക് എത്തുന്നതും ജയചന്ദ്രനെ കസ്റ്റഡിയിലെടുക്കുന്നതും. ഇപ്പോൾ രാജ്കുമാർ പറഞ്ഞതിൽ നിന്ന് കുറച്ചു കാര്യങ്ങൾ കൂടി വ്യക്തമായിട്ടുണ്ട്. ഒന്ന്, ഇടുക്കിയിലേക്കാണ് വിജയലക്ഷ്മിയെ കല്യാണം കഴിച്ച് അയച്ചത്. അവിടെ ഇടുക്കിയിൽ മുളക് പറിക്കാൻ എത്തിയ ആളായിരുന്നു ജയചന്ദ്രൻ. ആ ജയചന്ദ്രനും വിജയലക്ഷ്മിയും തമ്മിൽ അടുപ്പത്തിലാകുന്നു. പിന്നീട് സാമ്പത്തിക ഇടപാടുകളിലേക്ക് കടക്കുന്നു. അതിനുശേഷം ഈ 6-ാം തീയതി അമ്പലപ്പുഴയിലേക്ക് വിജയലക്ഷ്മി പോകുന്നു. വിജയലക്ഷ്മി പോയതിനു ശേഷം ജയചന്ദ്രനും വിജയലക്ഷ്മിയും ഒരുമിച്ച് ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ വിജയലക്ഷ്മിയുടെ മൊബൈൽ ഫോണിലേക്ക് കൂടുതൽ മറ്റ് ആളുകളുടെ കോളുകൾ വന്നതിനെ തുടർന്ന് വാക്കേറ്റം ഉണ്ടാകുന്നു. അങ്ങനെ ഒരുപക്ഷെ ജയചന്ദ്രൻ വിജയലക്ഷ്മിയെ വകവരുത്തിയതാകാം എന്നുള്ള സൂചനകളാണ്. പക്ഷേ ഏതായാലും അതിലെ മിസ്സിംഗ് ലിങ്ക് എന്ന് പറയുന്നത് കൃത്യമായി ബോധ്യപ്പെട്ട് വരുന്നുണ്ട്. കാരണം 6-ാം തീയതി കാണാതാകുന്നു, ജയചന്ദ്രനോടൊപ്പം എത്തുന്നു. ജയചന്ദ്രൻ തന്നെ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ടാകാം ഒരുമിച്ചുണ്ടായിരുന്നു. അതിനുശേഷം വിജയലക്ഷ്മിയുടെ ഫോൺ എറണാകുളത്തു നിന്നുള്ള ബസ്സിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. വിജയലക്ഷ്മി ഇപ്പോഴും മിസ്സിംഗ് ആണ്, കാണാൻ ആകുന്നില്ല. ഏതായാലും ഇനി വളരെ നിർണായകമാണ് ഇനിയുള്ള സമയങ്ങൾ. ഇനി പോലീസ് അവിടെ എത്തുന്നു. ഈ കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് പരിശോധന നടത്തേണ്ടതുണ്ട്. മറ്റെന്തെങ്കിലും പുതിയ വിവരങ്ങൾ അത് നമുക്ക് കൂട്ടിച്ചേർക്കാനുണ്ടോ രാജ്കുമാർ? നിലവിൽ ഇപ്പോൾ ഈ പോലീസ് നമ്മളോട് അനൌദ്യോഗികമായി പറഞ്ഞ വിവരങ്ങളല്ലാതെ മറ്റൊന്നും കൂട്ടിച്ചേർക്കാനില്ല. ഇതില് ഇനി ഇവരുടെ ബന്ധുക്കൾ ഇപ്പോൾ ഇന്ന് രാവിലെ ഈ ഒറീസയിലുള്ള ബന്ധുവും ഗോവയിലുള്ള ബന്ധുക്കളും എല്ലാം നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവരിവിടെ ഒരു സഹോദരി കൂടിയുണ്ട്. 4 പേരാണ് ഇവർ ആകെ. 2 പെണ്ണുങ്ങളും 2 ആണുങ്ങളും, അങ്ങനെയാണ് 4 സഹോദരങ്ങൾ. അതില് 2 സഹോദരങ്ങൾ, ഒന്ന് ഒറീസ ഒന്ന് ഗോവ, അവരിങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. ഒരു സഹോദരി കുറ്റിപ്പുറത്താണ്, അവരും ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന് കിട്ടിയിട്ടുള്ള വിവരം. ഈ ബന്ധുക്കൾ കൂടി വന്നതിന് ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ പോലീസിന് പോലും വിവരം ലഭിക്കുക. ഈ വിജയലക്ഷ്മിക്ക് 2 മക്കളാണുള്ളത്, ഒരു മകനും ഒരു മകളും. ഭർത്താവിനെ കുറിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? ഭർത്താവിനെ സംബന്ധിച്ച വിവരങ്ങളൊന്നും ഇതുവരെ വെളിപ്പെടുത്തി പോലീസ് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഇടുക്കിയിൽ ഉണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന. ഈ മക്കൾ ഇവിടെയാണോ ഇടുക്കിയിലാണെന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ ഇത് പോലീസ് നൽകാൻ തയ്യാറായിട്ടില്ല. അതിപ്പോൾ ഒരു പ്രധാന കാര്യമല്ല. വിജയലക്ഷ്മിയെ കണ്ടെത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം എന്നാണ് കരുനാഗപ്പള്ളി പോലീസ് പറയുന്നത്. തീർച്ചയായും അതുതന്നെയാണ്. വിജയലക്ഷ്മി എന്ന് പറയുന്ന 6-ാം തീയതി കരുനാഗപ്പള്ളിയിൽ നിന്ന് കാണാതായ യുവതിയെ ഒന്ന് കുഴിച്ചു മൂടിയതായി സംശയം. ഇടുക്കിയിൽ താമസിക്കുന്ന വേള ജയചന്ദ്രൻ എന്ന അമ്പലപ്പുഴക്കാരൻ മത്സ്യത്തൊഴിലാളിയുമായി അടുപ്പത്തിലാകുന്നു. അതിനുശേഷം 6-ാം തീയതി ഈ ജയചന്ദ്രനുമായി ഇവർ കണ്ടിരുന്നു. അതിനുശേഷമാണ് വിജയലക്ഷ്മിയെ കാണാതാകുന്നത്. വിജയലക്ഷ്മിയെ കുഴിച്ചു മൂടിയത് തന്നെ എന്നുള്ള സംശയമാണ് ബലപ്പെടുകയും ചെയ്യുന്നത്.